അതിജീവിതയെ അപമാനിച്ച കേസിൽ അറസ്റ്റിലായതിന് പിന്നാലെ ജയിലിൽ നിരാഹാര സമരം ആരംഭിച്ച രാഹുൽ ഈശ്വർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതോടെ പ്രതിഷേധം അവസാനിപ്പിച്ചു. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഇദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ആശുപത്രി സെല്ലിൽ കഴിയുന്നതിനിടെ വിശക്കുന്നുവെന്ന് ഉദ്യോഗസ്ഥരെ അറിയിച്ചതിനെ തുടർന്ന് നൽകിയ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് രാഹുൽ ഈശ്വർ നിരാഹാരം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 7 മണിയോടെയാണ് ഇദ്ദേഹം ഭക്ഷണം കഴിച്ചത്. 3 ദോശയും ചമ്മന്തിയുമാണ് അദ്ദേഹം കഴിച്ചത്. കോടതി ജാമ്യം നിഷേധിച്ചതിലുള്ള നിരാശയാണ് നിരാഹാരത്തിൽ നിന്ന് പിന്മാറാനുള്ള പ്രധാന കാരണം. മാത്രമല്ല, അപകീർത്തിപരമായ പോസ്റ്റുകൾ പിൻവലിക്കാൻ തയ്യാറാണെന്ന് രാഹുൽ ഈശ്വറിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചെന്ന കേസിലാണ് രാഹുൽ ഈശ്വറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിന് പിന്നാലെ തന്നെ രാഹുൽ ഈശ്വർ ജയിലിൽ നിരാഹാര സമരം തുടങ്ങിയിരുന്നു. ദിവസങ്ങൾ നീണ്ട ഈ നിരാഹാരത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമാവുകയും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സെല്ലിലാണ് രാഹുൽ ഈശ്വർ കഴിയുന്നത്. അതിനിടെയാണ് രാഹുൽ ഈശ്വർ സമർപ്പിച്ച ജാമ്യാപേക്ഷ തിരുവനന്തപുരം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയതും. രാഹുൽ ഈശ്വറിന്റെ അഭിഭാഷകൻ കോടതിയിൽ ശക്തമായ വാദങ്ങൾ നിരത്തി. കേസിന്റെ FIR വീഡിയോയിൽ വായിക്കുക മാത്രമാണ് തന്റെ കക്ഷി ചെയ്തതെന്നും അതിജീവിതയെ മോശപ്പെടുത്തുന്ന ഒരു കാര്യവും താൻ പറഞ്ഞിട്ടില്ലെന്നും അപമാനിക്കണമെന്ന ഉദ്ദേശം ഉണ്ടായിരുന്നില്ലെന്നും അഭിഭാഷകൻ കോടതിയെ ധരിപ്പിച്ചു. അത്തരം വീഡിയോകൾ ഉണ്ടെങ്കിൽ അത് ഉടൻ തന്നെ രാഹുൽ പിൻവലിക്കാൻ തയ്യാറാണെന്നും അഭിഭാഷകൻ അറിയിച്ചു. എന്നാൽ ഈ വാദങ്ങളെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അരുൺ ശക്തമായി എതിർത്തു. മോശപ്പെടുത്തുന്ന വീഡിയോ പ്രചരിപ്പിച്ച ശേഷം പിൻവലിക്കുന്നതിൽ എന്ത് കാര്യമാണ് ഉള്ളതെന്ന് അദ്ദേഹം കോടതിയിൽ ചോദിച്ചു. പ്രോസിക്യൂഷന്റെ ഈ ചോദ്യം കോടതിയിലും ചർച്ചാ വിഷയമായി. സ്ത്രീകൾക്കെതിരായ കേസുകളുടെ FIR എങ്ങനെയാണ് ഒരു പരസ്യരേഖയാകുന്നതെന്നും കോടതി ചോദിച്ചു. ഇരകളെ അവഹേളിച്ച് മുമ്പും രാഹുൽ ഈശ്വർ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ഈ കേസിൽ ജാമ്യം അനുവദിക്കുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ഇരകൾക്കെതിരായ സൈബർ ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ രാഹുൽ ഈശ്വറിന് ജാമ്യം നൽകുന്നത് ഇത്തരം പ്രവണതകൾക്ക് പ്രോത്സാഹനം ഉണ്ടാകുമെന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി മുഖവിലക്കെടുത്തു. കോടതി വാദങ്ങളെല്ലാം പരിഗണിച്ച് ജാമ്യാപേക്ഷ തള്ളാനും തീരുമാനിച്ചു. ജാമ്യം നിഷേധിക്കാനുള്ള കോടതിയുടെ ഈ കടുത്ത നിലപാട് സ്ത്രീകൾക്കെതിരായ സൈബർ ആക്രമണങ്ങൾക്കും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള അപമാനപ്പെടുത്തലിനും എതിരായ ശക്തമായ സന്ദേശമാണ് നൽകുന്നത്. നിയമപരമായ നടപടികളിലൂടെ മാത്രമേ ഇത്തരം കേസുകളിൽ പ്രതികൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നതിന്റെ സൂചന കൂടിയാണിത്. കോടതിയുടെ ഈ നടപടിയിൽ പ്രതീക്ഷയർപ്പിക്കുന്നവരാണ് ഇരയുടെ പക്ഷത്ത് നിൽക്കുന്നവരും സാമൂഹ്യ നീതിക്കായി നിലകൊള്ളുന്നവരും. കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടെ അന്വേഷണ സംഘം അടുത്ത നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. കേസിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും രാഹുൽ ഈശ്വറിന്റെ മൊഴികൾ വ്യക്തത വരുത്തുന്നതിനും സൈബർ കുറ്റകൃത്യത്തിന്റെ മറ്റ് സാധ്യതകൾ പരിശോധിക്കുന്നതിനും വേണ്ടി ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇതിനായി പോലീസ് ഉടൻ തന്നെ അഡീഷണൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യും. കസ്റ്റഡി ലഭിച്ചാൽ രാഹുൽ ഈശ്വർ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന്റെ ഉദ്ദേശത്തെക്കുറിച്ചും ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചും പോലീസ് വിശദമായി അന്വേഷിക്കും. മാത്രമല്ല, രാഹുൽ ഈശ്വർ മറ്റ് സമാനമായ കേസുകളിൽ പ്രതിയാണോ എന്നും ഇദ്ദേഹത്തിന് സമാനമായ മറ്റ് സാമൂഹ്യ മാധ്യമ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കും. രാഹുൽ ഈശ്വറിന്റെ മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഇത് കേസിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് വെളിച്ചം വീശുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിലുള്ള കൂടുതൽ പോസ്റ്റുകൾ രാഹുൽ ഇട്ടിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കും. സമൂഹ മാധ്യമങ്ങളിലൂടെയും വ്യക്തിഹത്യയും അപമാനിക്കലും ഒരു വലിയ സാമൂഹ്യ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ രാഹുൽ ഈശ്വറിന്റെ കേസ് നിയമപരമായും സാമൂഹികപരമായും വലിയ പ്രാധാന്യം അർഹിക്കുന്നു. വ്യക്തികളുടെ സ്വകാര്യതയെ മാനിക്കാതെയും നിയമത്തെ ഭയക്കാതെയും നടത്തുന്ന ഇത്തരം സൈബർ ആക്രമണങ്ങൾക്ക് നിയമപരമായി ശക്തമായ തിരിച്ചടി ലഭിക്കുമെന്ന സന്ദേശം ഈ കേസ് നൽകുന്നുണ്ട്. ജാമ്യം നിഷേധിക്കപ്പെട്ടിട്ടും തുടർന്ന് നിരാഹാര സമരം അവസാനിപ്പിക്കേണ്ടി വന്നതും ഈ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യലിന് വിധേയനാക്കേണ്ടി വന്നതും രാഹുൽ ഈശ്വറിന് ഒരു കനത്ത തിരിച്ചടിയാണ്. നിയമ നടപടികൾ മുന്നോട്ട് പോകുമ്പോൾ ഈ കേസിന്റെ അന്തിമഫലം എന്തായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് പൊതുസമൂഹവും നിയമവൃത്തങ്ങളും. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ നിയമം ശക്തമായി നിലകൊള്ളുന്നു എന്നതിന്റെ ഉദാഹരണമായി ഈ കേസ് മാറിയേക്കാം.